നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ ഇന്ന് നടന്ന ഒരു പൊതുപരിപാടിയിൽ MT വാസുദേവൻ നായർ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്തുണ്ടായ മൂല്യച്യുതിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം അത് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അധികാരം എന്നാൽ ഇപ്പോൾ ആധിപത്യം സർവാധിപത്യമായി മാറിയിരിക്കുന്നു എന്നാണ് MTയുടെ പ്രധാന വിമർശനം. അതുമാത്രമല്ല, അധികാരികൾ ഇട്ട് കൊടുക്കുന്ന അപ്പകഷ്ണങ്ങളല്ല സ്വാതന്ത്ര്യം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല, EMS അടക്കമുള്ള ആളുകളെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ടാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അജിംസ്, ഒരുപാട് നാളുകളായി MT വാസുദേവൻ നായർ ഇങ്ങനെ ഒരു വിമർശന രീതിയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ MTയുടെ വാക്കുകൾ കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ടോ? അല്ല, MT അങ്ങനെ രാഷ്ട്രീയ ധ്വനിയുള്ള പ്രസംഗങ്ങളോ എഴുത്തുകളോ നടത്താറുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അതിന് വലിയ ഇടവേളകളുണ്ടെന്നുള്ളതാണ് പ്രധാനം. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് മുത്തങ്ങ വെടിവെപ്പ് സമയത്താണ്. അദ്ദേഹം ഒരു ഇടപെടുക മാത്രമല്ല, ഒരു പ്രൊട്ടസ്റ്റന്റ് രംഗത്ത് കൂടി വന്ന ഒരാളായിരുന്നു. അന്ന് ഭരണകൂടത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ അദ്ദേഹം പൊതുവെ മൗനിയാണ് ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ അദ്ദേഹം ഇടപെടുന്നത് വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൽ എക്കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വ്യാഖ്യാനപരമായ ഒരു പ്രസംഗമാണ്. അദ്ദേഹം സംസാരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയെക്കുറിച്ചും ആണ്. പക്ഷേ അതിൽ അദ്ദേഹം റെഫർ ചെയ്യുന്നത് EMSനെയാണ് എന്നുള്ളിടത്താണ്. ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് അത് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് കേൾവിക്കാർക്ക് തോന്നും. അദ്ദേഹം അങ്ങനെ തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം വളരെ നല്ല വാക്കുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആ വിമർശനം. നല്ല ഗൗരവമുള്ള നല്ല വിമർശനമായിട്ടാണ് അത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അത് മനസ്സിലാവുമെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു ഗുണപരമായ വിമർശനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു അധികാരം എന്തിനുള്ളതാണ്? ഒരു നേതാവ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഒരു വലിയ ജനക്കൂട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളതാണോ അധികാരം ഒരു നേതാവിന് നൽകുന്നതെന്ന് ഒരു ക്വസ്റ്റ്യനാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് EMS എങ്ങനെയായിരുന്നു അധികാരത്തെ ഉപയോഗിച്ചത്? അത് ഒരേ സമയം തന്നെ ജനങ്ങളെ കൂടി എംപവേർഡാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അധികാരം, അദ്ദേഹത്തിൻ്റെ നേതൃപദവി അദ്ദേഹം ഉപയോഗിച്ചതെന്ന് പറയുന്നു. അത് വളരെ കൃത്യമാണ്. അതേക്കുറിച്ച് അധികാരത്തെക്കുറിച്ച് EMSനുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രസംഗിക്കുന്നുണ്ട് അതിൽ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളൊരു വിമർശനമാണ് എന്ന് നമുക്ക് തോന്നുന്നത്. പലപ്പോഴും ഈ അധികാരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് സമീപകാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ 6-7 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം അധികാരം ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വിമർശനങ്ങളെ അദ്ദേഹം കാണുന്നത്, പ്രതിപക്ഷത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും സമീപനം എന്താണ്, അദ്ദേഹം അസംബ്ലിക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോഴും അല്ലാതെ സാധാരണ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ പോലും വിമർശനങ്ങളോട്, സിവിൽ സൊസൈറ്റിയോട്, മാധ്യമങ്ങളോട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏത് തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചാണ് MT വാസുദേവൻ പറഞ്ഞത് എങ്കിൽ അത് പിണറായി വിജയൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഗുണപരമായൊരു വിമർശനമാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മലയാളം കണ്ട ഏറ്റവും മികച്ച ഒരു സാഹിത്യകാരൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനം ഉണ്ടാവുക എന്നുള്ളത് ഒരു അധികാര കസേരയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഗുണകരമാണ്. അതിനെ അദ്ദേഹം സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒരുപക്ഷെ അത് അദ്ദേഹം ആ വേദിയിൽ തന്നെ എഴുന്നേറ്റുന്ന ആ വിമർശനത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഗ്രേറ്റ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം RK ലക്ഷ്മൺ നിരന്തരം കാർട്ടൂൺ വരയ്ക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഭരണകൂടത്തെ വിമർശിച്ച് കാർട്ടൂൺ വരയ്ക്കുന്ന ഒരാളാണ്. അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്നെക്കുറിച്ചൊന്ന് കാർട്ടൂൺ വരയ്ക്കാമോ എന്ന് RK ലക്ഷ്മണോട് ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു കാർട്ടൂണിസ്റ്റിൽ നിന്നൊരു വിമർശനം ഏൽക്കുന്നത് തന്നെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു അധികാരി, ഒരു നേതൃസ്ഥാനത്തുള്ള ആൾ എന്ന നിലയിൽ അത് തനിക്ക് തന്നെ കറക്റ്റീവ് മെഷറായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നെഹ്റു കണ്ടത്. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ കാണുമോ എന്ന് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ഇനി നാളെ മുതൽ MT വാസുദേവൻ നായർ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെ സൈബർ ആർമിയുടെയും ശത്രുപക്ഷത്ത് വരുമോ എന്നും നമുക്കറിയില്ല. കാരണം ഇങ്ങനെ ഇത്ര കുറിക്കൊള്ളുന്ന ആറ്റുകുറിക്കിയ വാക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു വിമർശനം പിണറായി വിജയനെതിരെ ഈ സമീപകാലത്ത് വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അധികാരി എന്ന നിലയിൽ, സ്വേച്ഛാധിപതി എന്ന നിലയിലല്ല, ഒരു രാജാവ് എന്ന നിലയിലല്ല, ഒരു ചക്രവർത്തി എന്ന നിലയിലല്ല, ജനാധിപത്യ സമ്പ്രദായത്തിലൊരു ഭരണാധികാരി എന്ന നിലയിൽ അതിനൊരു പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണ് വേണ്ടത്. ദൗർഭാഗ്യവശാൽ പിണറായി വിജയൻ അങ്ങനെ കാണുമോ,
അദ്ദേഹത്തിൻ്റെ പാർട്ടി അങ്ങനെ കാണുമോ, അദ്ദേഹത്തിൻ്റെ സൈബർ ആർമി അങ്ങനെ കാണുമോ, നാളെ MT വാസുദേവൻ നായർ വെറുക്കപ്പെട്ടവനും ശപിക്കപ്പെട്ടവനുമായി മാറുമോ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളിലെ പോരായ്മകൾ നാളെ മുതൽ വിമർശകർ ഓൺലൈനിൽ ഉന്നയിക്കുമോ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളെ ചരിത്രപരമായി തന്നെ കീറി മുറിക്കുമോ, ക്രിട്ടിക്കലായ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നാളെ മുതൽ പുതുതായി നേരിടേണ്ടി വരുമോ എന്നൊന്നും നമുക്കറിയില്ല. നിഷാദിന് എന്ത് തോന്നുന്നു? രേഷ്മ, ഇപ്പം MT വാസുദേവൻ നായർ പിണറായി വിജയൻ കൂടി പങ്കെടുത്ത പരിപാടിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം നിശ്ചയമായും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണശൈലിയോടും വ്യക്തിപരമായ പിണറായി വിജയൻ്റെ സമീപന ശൈലിയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്ന് വിചാരിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, അദ്ദേഹം EMSനെ അവർ കോട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭരിക്കാൻ കുറച്ചാളുകൾ, ഭരിക്കപ്പെടാൻ കുറേ അധികം ആളുകൾ എന്നതാണോ ജനാധിപത്യവും ഭരണ സംവിധാനവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആചാരോപചാരപരമായ അത്തരം വ്യക്തിപൂജകളിലൊന്നും വിശ്വസിക്കാത്ത ആളായിരുന്നു EMS എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ അദ്ദേഹം EMSനെ മുന്നിൽ വെച്ചുകൊണ്ട്. കാരണം പിണറായി വിജയൻ സ്വാഭാവികമായും മാതൃകയാക്കേണ്ട ഒരു നേതാവ് EMS ആണ്. അപ്പോൾ EMSൻ്റെ പ്രവർത്തന ശൈലി എന്തായിരുന്നു എന്ന് വേദിയിലുള്ള ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. ഒപ്പം ആരാധക വൃന്ദത്തെക്കുറിച്ച്, ആൾക്കൂട്ടത്തെക്കുറിച്ച്, ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന അതിക്രിയകളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ സൂചന നൽകുന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെയും അവിടുത്തെ ഭരണനായകനെയും സ്വാഭാവികമായും ഇവിടുത്തെ ഭരണ നേതൃത്വത്തെയും അദ്ദേഹം ഉന്നം വെക്കുന്നുണ്ടെന്ന് നമുക്കത് സൂക്ഷ്മമായി വായിക്കുമ്പോൾ മനസ്സിലാവും. MT വാസുദേവൻ നായർ ഒരു സംഖ്യയല്ല. MT വാസുദേവൻ നായർ വേണേൽ കൊങ്ങിയെന്നും വിളിക്കാൻ കഴിയുന്ന ആളല്ല. അദ്ദേഹം എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറഞ്ഞ ആളാവാൻ നോക്കുന്ന അല്പനുമല്ല. മറിച്ച് അദ്ദേഹം വളരെ സങ്കീർണമായ സന്ധികളിൽ മാത്രം രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള, കമൻറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇത് പറയുകയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് എടുക്കേണ്ടത് ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് മാത്രമല്ല, വളരെ പ്രൊഡക്റ്റീവായിട്ട് ഭരണത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് പോലും ഭരണത്തിൻ്റെ സമീപനത്തിൽ ചില വിമർശനങ്ങളുണ്ട് എന്ന് ഇതിനെ ആരോഗ്യകരമായി സർക്കാർ എടുക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ എടുക്കാനുള്ള സാധ്യത എന്തുമാത്രം, ഇപ്പോൾ അജിംസ് ചോദിച്ചാൽ അത് എന്തുമാത്രം സർക്കാർ അതിനെ സൃഷ്ടിപരമായി സമീപിക്കുമായിരിക്കും. നമ്മൾ ഈ നവകേരള സദസ്സിനിടയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയും സംസാരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കാൻ പ്രഭാത സദസ്സുണ്ട്. അതിൽ ആളുകൾ വരും, കമൻറ്റ്സ് പറയും, നിർദ്ദേശങ്ങൾ വരും. അതിനാണ് ഞങ്ങൾ നടത്തുന്നത്. പരാതികൾ ആളുകൾ വരുന്നത് സ്വാഭാവികമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ പ്രഭാത സദസ്സിൽ വിമർശനങ്ങളുണ്ടോ? സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ചുള്ള വിമർശനമുണ്ടോ? ഒരു വിമർശനവുമില്ല. എല്ലാവരും ഹാപ്പിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയൊന്നുണ്ടോ? എത്ര മനോഹരമായ ഭരണത്തിൽ പോലും ആളുകൾക്ക് ചിലപ്പോൾ വിമർശനം ഉണ്ടാവും. പക്ഷേ ഗവൺമെൻറ് എപ്പോഴും പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളെക്കുറിച്ച് ഒരാൾക്കും ഒരു വിമർശനവുമില്ല. ഞങ്ങളെക്കുറിച്ച് വല്ല വിമർശനവും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ പ്രഭാത സദസ്സ് വിളിച്ചു, അവിടെയും ആർക്കും വിമർശനമില്ല. അത്രമേലധികം ഭീരമായ സർക്കാർ എന്ന ഒരു ആത്മവിശ്വാസത്തെയാണ് പുറത്തേക്ക് ഈ ഗവൺമെൻറ് സ്ഫുരിപ്പിക്കുന്നത് എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനം എന്തുമാത്രം ശരിയായിരിക്കും, അല്ലാതെ ഏറ്റെടുക്കേണ്ടതാണോ എന്ന കാര്യത്തിൽ സർക്കാർ ഒരു ഉന്നത സമീപനം സ്വീകരിക്കുമെന്ന് സംശയമാണ്. പിണറായി വിജയൻ പൊതുവേ അങ്ങനെ ഒരു വിമർശനത്തെ എടുത്തിട്ട് ആ നിലയ്ക്ക് ഞങ്ങളതിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പോലീസ് ചെയ്യുന്ന അതിക്രിയകളെക്കുറിച്ച് മാത്രം എടുത്തു നോക്കിയാൽ സാധാരണ നിലയ്ക്ക് പോലീസിന് അങ്ങനെ പിഴവുകൾ പറ്റാനിടയില്ലല്ലോ എന്ന് പോലീസ് പറയാണ്. നിങ്ങളും ഞങ്ങളും അല്ലല്ലോ പോലീസിലെ അന്വേഷിക്കുന്നത്, അവർക്കല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്ന് പറയാണ്. അതായത് ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് പോലും പോലീസിൻ്റെ ഭാഗം പറയാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. പന്തീരാങ്കാവിലെ UAPA കേസ് സുപ്രീം കോടതി പോയപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയാം. പക്ഷേ അതിനെ പൂർണ്ണാർത്ഥത്തിൽ ജസ്റ്റിഫൈ ചെയ്യാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയൊക്കെ വെക്കുന്ന ഐഡിയോളജിക്ക് അപ്പുറം പോയിട്ട് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് മാത്രമായി അദ്ദേഹം പലപ്പോഴും ബിഹേവ് ചെയ്യുന്നുണ്ട്. CPM എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ഭരണ പാർട്ടിയല്ല. പക്ഷെ അതിൻ്റെ സംവിധാനങ്ങളും അതെല്ലാം ഇപ്പോൾ ചലിക്കുന്നതാണ്. CPMൻ്റെ അധികാരത്തെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റപ്പണിയാണ് പാർട്ടിയും പാർട്ടിയുടെ സിമ്പതൈസേഴ്സും ഈ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ CPM എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര എല്ലാ സംഗതികളെയും അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് കടന്നു പോകുന്നുണ്ട് എന്ന് MT അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഭരണത്തെക്കുറിച്ച് ഉയർന്നു വിമർശനങ്ങൾ ഒരു സില്ലി തിങ് അല്ല. അതായത് ഇപ്പോൾ ഈ വിമർശനങ്ങൾ കേൾക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയില്ലേ? കാരണം നമ്മൾ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ പ്രമുഖരായ എഴുത്തുകാർ, ചിന്തകരൊക്കെ ഇങ്ങനെ ഒരു വിമർശനം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഒരു പക്ഷേ വിയോജിപ്പുണ്ടാവും, അമർഷം ഉണ്ടാവും. പക്ഷേ ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ടത് പറയാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെയാണ് MT അത് തുറന്നു പറയുന്നത്. യെസ്, അങ്ങനെ പറയാൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്നൊരു ചിത്രം നമുക്ക് വരുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കും, അജിംസ് എപ്പോഴും പറയാനുള്ളതും സിവിൽ സൊസൈറ്റി എങ്ങനെയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെ നിഷ്പക്ഷമായ ഒരു വിമർശനം ഗവൺമെൻറ്റിനെതിരെ ഉന്നയിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പശ്ചാത്തലം കണ്ടുപിടിച്ചും നിങ്ങളുടെ ചരിത്രം എടുത്തും നിങ്ങളെ എന്ത് ചെയ്തു? ചാപ്പകുത്തിക്കളയും. പിന്നെ നിങ്ങൾ നിഷ്പക്ഷ വിമർശനമല്ല, രാഷ്ട്രീയ എതിരാളിയായി കഴിഞ്ഞു. അങ്ങനെ ആര് വിമർശിച്ചാലും അവരെ എല്ലാവരെയും രാഷ്ട്രീയ ചാപ്പകുത്തി നിഷ്പക്ഷ സ്വഭാവമുള്ള വിമർശനത്തിൻ്റെ എല്ലാ ഏരിയകളുടെയും സാധ്യത അടച്ചു കളഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ അത് സംഭവിക്കാമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇനി MTAയും കൂടി ചാപ്പ കുത്തിയാൽ കഴിഞ്ഞു. ചാപ്പ കുത്താൻ ഇഷ്ടം പോലെയുണ്ട്. അതിന്റെ കൃതിയിലെടുത്താൽ എല്ലാം സവർണ്ണ പശ്ചാത്തലമുള്ള തറവാടുകളിലാണ് നടക്കുന്നത്. കാലമൊക്കെ കണ്ടിട്ടില്ലേ? കാലം വായിച്ചു. അപ്പോൾ അത് വെച്ച് ചാപ്പ കുത്തി കഴിഞ്ഞാൽ പിന്നെ നോക്കൂ, എതിരാളികൾ മാത്രമേ വിമർശിക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും MT വാസുദേവൻ നായരെ വേണമെങ്കിൽ സംഗീതമൊക്കെ വിളിക്കാമല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനം അസാധുവായി കഴിഞ്ഞു, റദ്ദ് ചെയ്യപ്പെട്ടു. അതിൻ്റെ നിഷ്പക്ഷതയും അതിൻ്റെ ജെന്യുവിനിറ്റിയും അതൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഈ നിഷ്പക്ഷ വിമർശനം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ലെന്ന് ചോദിച്ചാൽ ഈ ചാപ്പവുത്രാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ VD സതീശനോ മാത്രമല്ല വിമർശനം ഉള്ളത്, കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമല്ല വിമർശനം. വിമർശനം വേറെ ചില ആളുകൾക്കുണ്ട്, നമ്മളെക്കുറിച്ച് വളരെ പോസിറ്റീവായി കാണുന്ന ആളുകൾക്കുണ്ട് എന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ സർക്കാരിനെ പ്രേരിപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട ഒന്നാണിത്. ആ നിലയ്ക്ക് ആലോചനയുള്ള ആളുകൾ അതിനെ ആ നിലയ്ക്ക് എടുക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. MT അങ്ങനെ തള്ളി പറഞ്ഞിട്ട് പിന്നെയും മലയാളികളുടെ മുമ്പിൽ നിൽക്കാം എന്നവർക്ക് തോന്നില്ലായിരിക്കും. അതെ, തീർച്ചയായും തന്നെയാണ്. ഈ സമയത്ത് മലയാളത്തിലെ പ്രിയ സാഹിത്യകാരൻ്റെ പ്രസംഗത്തിനേറെ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ചയാകുന്ന വിഷയമാണ്, വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ജനാധിപത്യ സ്വഭാവമുള്ളൊരു സർക്കാരിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ അത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ വിമർശനങ്ങളിലൂടെ, ചർച്ചകളിലൂടെ മാത്രമേ ഒരു നവീകരണം സാധ്യമാകുള്ളൂ. അതുകൊണ്ട് തന്നെ MTയുടെ വാക്കുകൾ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് തന്നെ പറയുന്നു.